ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 15 ദിവസമായി കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം ആശിഷ് നേഗി പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ധനഞ്ജയ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ജാലകത്തിൽ ഇടപെടുന്നുണ്ടെങ്കിലും കോൺക്രീറ്റ് ആയ മൂവുകൾ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു താരം എത്തും എന്നുള്ളത് ഉറപ്പ് പറയാൻ കഴിയില്ല. സജീവമായ നീക്കങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റം അത് പൂർത്തിയാവേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് കോൺക്രീറ്റ് ആയ മൂവുകൾ നടക്കുക എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡിനെ പുതിയ ഇൻവെസ്റ്റേഴ്സ് അഥവാ പുതിയ ഉടമസ്ഥർ വളരെയധികം വിലമതിക്കുന്നുണ്ട്. അവർ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും. അദ്ദേഹം തന്നെ പരിശീലകനായിക്കൊണ്ട് തുടരും എന്നാണ് ധനഞ്ജയ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഒപ്പമുള്ള സ്ക്വാഡ് അതേപടി തന്നെ പുതിയ ഉടമസ്ഥർ നിലനിർത്താനാണ് സാധ്യത എന്നുകൂടി ധനഞ്ജയ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്നും താരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതകൾ കുറവാണ്. നിലവിൽ ടീമിനോടൊപ്പമുള്ള താരങ്ങളെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നു. ആ സ്ക്വാഡ് അതേപടി തന്നെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ 9 താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു. ഇനിയും താരങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ക്വാഡ് അതേപടി നിലനിർത്താനാണ് പുതിയ ഉടമസ്ഥരുടെ തീരുമാനം. ഇനി ഉടമസ്ഥ കൈമാറ്റം പൂർത്തിയായതിനു ശേഷം പുതിയ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.